വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു തേർഡ് പാർട്ടി റിയാലിറ്റി ആണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർക്ക് മാത്രം ഉള്ള റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി, എന്താണ് ആ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം റീഡിങ്ങിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും റീഡിങ്ങിൽ കിടക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേ ഓഫ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് തേർഡ് പാർട്ടി എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടി നിൽക്കുന്നത്. അവർ ഒരേ സമയം പല കാര്യങ്ങളും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല ഭയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകും എന്നുള്ളൊരു ഭയം തന്നെയായിരിക്കണം. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ആ വ്യക്തിയെ മനസ്സിലുണ്ട്. എന്തായാലും ആ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് അവർ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രേ ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. എന്ത് വില കൊടുത്തും ആ ഒരു പേഴ്സൺ കൂടെ നിൽക്കണം എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു സക്സസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. അപ്പം മേ ബി അത് ലൈഫ് ലോങ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മാരേജ് ആയിരിക്കാം. അതാണ് ഇവിടെ തേർഡ് പാർട്ടി ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കാതെ എടുത്ത് ചാടിക്കൊണ്ട് പോകുന്ന ഒരു എനർജിയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാര്യങ്ങൾ കാണാം എന്നുള്ളൊരു എനർജിയിൽ പോകുന്നുണ്ട്. എടുത്ത് ചാടിക്കൊണ്ട് മുന്നിൽ ചിലപ്പോൾ അത് അവരെ തന്നെ ബാധിക്കാം, ചുറ്റുള്ളവരെ ബാധിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ബാധിക്കാം. പക്ഷെ അതൊന്നും തന്നെ ആ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യുന്നില്ല. ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു നിലപാടിൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് അനുകൂലമായിട്ട് അവർ നല്ല ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരു കർക്കശം കാണിച്ചുകൊണ്ട് നേടിയെടുക്കണം എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടിയിൽ കാണുന്നത്. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഇവിടെ ഒരു ബാലൻസിങ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ രണ്ട് കാര്യങ്ങളായിട്ട് ആ വ്യക്തി ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും ഒരു മെച്യൂർഡ് അല്ലാത്തൊരു അപ്രോച്ച് തന്നെയാണ് തേർഡ് പാർട്ടിയിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ഒരു മാഗ്നറ്റിക് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാഗ്നറ്റിക് ആയ വേയിലൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു മുന്നോട്ട് എന്താണെന്നുള്ളൊരു പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ചിന്തയൊന്നും ഇല്ലാതുള്ളൊരു പ്രവൃത്തിയായിരിക്കും തേർഡ് പാർട്ടിയുടെ ഒരു എഗെയിൻ ഒരു 3 to 6 months നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവർ വൈകാരികമായിട്ട് പല കാര്യങ്ങളും എക്സാഗ്രേറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ പേഴ്സണെ പറയാനും പ്രതിഫലിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരിത് കാണുന്നുണ്ട് ഇവിടെ. കാരണം ആ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒട്ടും പക്വതയില്ലാതെ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് നമുക്ക് ഇവിടെ രണ്ടും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വ്യക്തി ഇപ്പോൾ ഒരു നിലയ്ക്കും നിങ്ങളുടെ പേഴ്സണെ വിട്ടുകളയാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ളൊരു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു എനർജിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടി റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങളുമായി കണക്ട് ചെയ്തൊരു പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആവശ്യമുണ്ടെങ്കിലും റെക്കി ഹീലിംഗ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.